ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ ഫ്രൈഡ് ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് പാലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. നമ്മൾ മുട്ട ഇട്ടുകൊടുത്തതിന് ശേഷം ആദ്യം അതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അതും നമ്മളുടെ പൊടിയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ ഇതൊന്ന് മിക്സായി വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് 1/2 കപ്പ് പാലെടുക്കാം. എന്നിട്ട് അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇതൊരു ഡോ ആക്കി കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 3-4 മണിക്കൂർ ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് നമ്മളുടെ ബണ്ണിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ 1 ടീസ്പൂൺ വിനെഗറും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ചിക്കൻ ഉണ്ടല്ലോ, അത് ഈ എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇതോടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ സെയിം പാനിൽ അതേ ഓയിലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മുടെ അതിനുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായി ഇളക്കി വേവിച്ചെടുക്കുക. ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. 2-3 മിനിറ്റ് കൊണ്ട് ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരും കേട്ടോ. ആ ടൈമിൽ നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റിൻ്റെ 1/2 പോർഷൻസ് നമുക്കിതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതുകൂടി ഈ സമയം നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
അധികം ഇടണ്ട, കാരണം നമുക്ക് സോസെല്ലാം ഇനി നമുക്കിതിൽ ഒഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മളുടെ ചില്ലി സോസും, അതുപോലെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മളുടെ സോയാ സോസും ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മളുടെ മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ബണ്ണിനുള്ള ചിക്കൻ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിങ്സാണിത്. ഇതിപ്പം ഒരു 4 മണിക്കൂറിന് ശേഷം ഞാനെടുത്ത് നോക്കുമ്പോഴേക്കും നമ്മുടെ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ എനിക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് ഒരു 8 ഉരുളയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് മൈദയിലും അതുപോലെ ബ്രെഡ് ക്രംസിലും ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതാ എല്ലാ ഉരുളകളും ഇതുപോലെ ഞാൻ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളു വെന്ത് വരില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുമ്പം ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ പുറം ഭാഗം പെട്ടെന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഉള്ളു വെന്തിട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനത് ഓവണിൽ വെച്ച് വീണ്ടും സെറ്റ് ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ എല്ലാ ഉരുളകളും ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആദ്യം നമുക്ക് മയോണൈസും സോസും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഉണ്ടല്ലോ, ചിക്കൻ്റെ ഫില്ലിങ്സ്, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് ബണ്ണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാൻ പറഞ്ഞില്ലേ ഉള്ളു വെന്തിട്ടുണ്ടായിട്ടില്ല എന്നുള്ളത്, അതാണ് കേട്ടോ ഇത്. ഞാൻ എന്നിട്ട് ഓവണിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പം നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ വീണ്ടും പറയാണ്, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.